മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. യേശുവിൻ സ്നേഹമുള്ളവരെ, ഈ തിരുമണിക്കൂർ നേരം കർത്താവിനോട് കൂടെ ഉണർന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്ന നിമിഷമാണ്. ആരാധനയുടെ, സ്തുതിഗീതങ്ങളുടെ, സങ്കീർത്തനങ്ങളുടെ നിമിഷങ്ങളാണിത്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുക. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് നിമിഷത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് അങ്ങേയറ്റം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് വലിയ തെളിവാണ് ഇന്ന് നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാന. പരിശുദ്ധാത്മാവ് അങ്ങേയറ്റം നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഈ ആരാധനയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുക. ദൈവത്തെ നമ്മൾ സ്തുതിച്ചാരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് ഈ ഒരു മണിക്കൂർ നേരം സംഭവിക്കുവാൻ പോകുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. സ്നേഹമുള്ളവരെ, ഇപ്പം നമുക്ക് സ്തുതിക്കാം. നമ്മുടെ മുമ്പിലായിരിക്കുന്ന ദൈവത്തെ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. യേശുവിനെ നമുക്ക് സ്തുതിക്കാം. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷാ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ ശക്തി എൻ്റെ ശരീരത്തിനും മനസ്സിനും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, രോഗികളായിട്ടുള്ളവർ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. മനസ്സിൽ ഭാരമുള്ളവർ ആ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷാ സമയത്ത് കർത്താവ് ഇടപെടൽ ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഇടപെടൽ നടക്കുവാൻ പോകുന്ന നിമിഷമാണ്. രോഗത്തിൽ ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരണമേ. എൻ്റെ എല്ലാ മേഖലകളിലും, എൻ്റെ പ്രവർത്തന മേഖലയിലും കർത്താവേ നീ കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് പാടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ്. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ. ഞങ്ങളുടെ കരങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്
കടന്നു വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൈയടിച്ചു പാടാം. പോരാ, ഉച്ചത്തിൽ കേടിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വേദനകളിലേക്ക് കടന്നു വരണമേ. തടസ്സങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, കർത്താവേ, രോഗികളായിട്ടുള്ളവരിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം ഉച്ചത്തിൽ പാടാം. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ ഉച്ചത്തിൽ പാടുവേ. അന്ത്യകാല അഭിഷേകം നാടിപ്പാടാം. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങട്ടെ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. നമ്മുടെ വേദനയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. കർത്താവേ, ഞാൻ ഏത് മേഖലയിൽ കഷ്ടപ്പാട് വേദന അനുഭവിക്കുന്നു, ആ വേദനയിലേക്ക് പരിശുദ്ധാത്മാവേ നീ കടന്നു വരുന്ന ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടുന്ന് ഒത്തിരി അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ സഹനങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൈയടിച്ച് പാടാം, ഉച്ചത്തിൽ പാടി സ്തുതിക്കാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. ആത്മനദിയായി ഒഴുകണമേ. ഓ എൻ്റെ ഈശോയേ, ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ വിഷമങ്ങളും സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷമാണ്. കർത്താവ് പരിശുദ്ധാത്മാവേ, നീ അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് നമുക്ക് നിമിഷത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വർഷിക്കട്ടെ. കർത്താവായ ഈശോയെ, ഒത്തിരിയേറെ വേദനയോടെയും സഹനങ്ങളിലൂടെയും കടന്നു പോകുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പ്രത്യേകമായിട്ട് ജോർജ് എന്ന വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ആത്മനദിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. തീ പോലെ ഇറങ്ങണമേ, കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, ഞങ്ങളുടെ വേദനയിലേക്ക് കടന്നു വരട്ടെ.
നമുക്ക് യേശുവിനെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറഞ്ഞിരിക്കുന്ന വിഷയമാണ്. നമുക്ക് സ്തുതിക്കാം. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറങ്ങണമേ. മനസ്സിൽ ഭാരമുള്ളവരെ ആ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ ശക്തി എന്റെ ശരീരത്തിന് മനസ്സിന് നൽകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സാവധാനം ഇരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്ത നിമിഷങ്ങളാണിപ്പോൾ. ഇന്ന് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ കരുണ എന്ന വിഷയവുമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാം തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകുംവഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ തൻ്റെ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെടുത്തത്? ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ല. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ട ഈ തിരുവചന ഭാഗത്ത് 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രോഗശാന്തിക്കായിട്ട് കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ട് ആസ്വദിക്കുന്നവരാണ്. നമ്മൾ ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം ഈ 10 കുഷ്ഠരോഗികളും കർത്താവിൻ്റെ സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതിന് ഇതിനെ ആസ്വദിക്കുക എന്ന് പറയുക. സ്നേഹമുള്ളവരെ, 10 പേർ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ തിരിച്ചു വന്നത് ഒരേ ഒരു വിജാതീയൻ മാത്രമാണ് തിരിച്ചു വന്നത്. സ്നേഹമുള്ളവരെ, എന്നാൽ ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഈ 10 പേരിൽ ഒരുവൻ, വിജാതീയനായ മനുഷ്യൻ, കടന്നു വന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. അവന് എന്ത് കിട്ടി? എന്ത് മെച്ചമാണ് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയത്? സ്നേഹമുള്ളവരെ, അവൻ്റെ ജീവിതത്തിൽ കിട്ടിയത് രക്ഷയാണ്. രക്ഷയാണോ, സൗഭാഗ്യമാണോ, അല്ലെങ്കിൽ സൗഖ്യമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത്? ആർക്കും പറയുവാനായിട്ട് സാധിക്കുമോ? സ്നേഹമുള്ളവരെ,
സൗഖ്യമല്ല, രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതാണ് ഈ വിജാതീയനായ ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു വന്നപ്പോൾ കിട്ടിയത്. അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുകയാണ്. സൗഖ്യത്തിന് മാത്രമാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റുപറ്റി സഹോദരങ്ങളെ. നമ്മൾ സൗഖ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് സൗഖ്യത്തേക്കാൾ പ്രധാനപ്പെട്ടത് രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ. സൗഖ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇന്ന് നമുക്ക് കാലുവേദന വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, അത് മാറി. വീണ്ടും നാളെ നമുക്ക് വയറുവേദന വരുന്നു, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതും മാറി. വീണ്ടും നമുക്ക് നടുവേദന വരുന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, അത് മാറി. പക്ഷേ നമുക്കവിടെ രക്ഷ ലഭിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട് അച്ഛാ. കാരണം എൻ്റെ മകന് ജർമ്മനിയിലേക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ മകന് ജർമ്മനിയിൽ പോകുവാനായിട്ട് സാധിച്ചു എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, ജർമ്മനിയിൽ പോകുവാൻ സാധിച്ചാ ജർമ്മനിയിൽ ചെന്ന് മകന് മുഴുവൻ പ്രശ്നങ്ങളാണ്. നോക്കുക സ്നേഹമുള്ളവരെ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, ഈ മകന് ജർമ്മനിയിൽ ചെല്ലുവാനായിട്ട് സാധിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മൊത്തം പ്രശ്നമാണ്. കാരണം രക്ഷ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കും പുറമേ വന്ന് എടുത്തുകൊണ്ട് പോകുവാൻ പറ്റാത്ത ഒന്നാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആർക്കും അതിനെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ജർമ്മനിയിലേക്ക് വിസ കിട്ടിയില്ലെങ്കിലും, നിൻ്റെ ജീവിതത്തിൽ കൊറോണ വന്നാലും, പ്രളയം വന്നാലും, ദുരിതങ്ങൾ വന്നാലും, എന്തെല്ലാം വന്നാലും രക്ഷയുള്ളിൽ ഉണ്ടെങ്കിൽ വലിയ സമാധാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. രക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്നേഹമുള്ളവരെ, ഈ 10 കുഷ്ഠരോഗികൾ വിജാതീയനായ ഒരുത്തന് വന്ന് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിലപാടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം നൽകിയിട്ട് ആ അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന് വേണ്ടി നന്ദി പറയുവാനായിട്ട് സാധിച്ച ഒരേ ഒരു വിജാതീയന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സൗഖ്യമെന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഈ വിജാതീയനായ കുഷ്ഠരോഗി പഠിപ്പിക്കുന്നത് നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിക്കണമെന്നാണ്. നമ്മൾ ശ്രദ്ധിക്കണം, എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. രക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സൗഖ്യം ലഭിക്കുകയാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സൗഖ്യം നൽകും. ആ സൗഖ്യം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ഐശ്വര്യവും കടന്നു വരും. സ്നേഹമുള്ളവരെ, വേദനകൾ മാത്രം മാറി എനിക്ക് രക്ഷയില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടുവാനായിട്ട് സാധിക്കുകയില്ല. എങ്ങനെയാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്? വായിച്ചു കേട്ട വചനത്തിലെ വിജാതീയനായ കുഷ്ഠരോഗി 3 വഴികൾ പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കണമെന്ന് 3 വഴികൾ ഈ വിജാതീയനായ ഈ സൗഖ്യം ലഭിച്ച ഈ കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് നന്ദി പറഞ്ഞ ഈ വ്യക്തി നമ്മളെ പഠിപ്പിക്കുന്ന 3 പാഠങ്ങളുണ്ട്. ഈ 3 പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ്. ഒരിക്കലും മറന്നു പോകരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഒരു 3 കാര്യമാണ് ഈ കുഷ്ഠരോഗി, അതായത് ഈ സൗഖ്യം പ്രാപിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ വ്യക്തിയെ നമ്മളെ പഠിപ്പിക്കുക. ഒന്നാമതായി ദൈവത്തെ സ്തുതിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ്? ദൈവത്തെ ഒന്ന് ഉച്ചത്തി പറഞ്ഞേ, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ അതിനെ സ്തുതിപ്പാക്കി മാറ്റണം എന്നാണ് ഈ കുഷ്ഠരോഗി പഠിപ്പിക്കുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയെ നീ സ്തുതിപ്പാക്കി മാറ്റണം. അതാണ് ഈ കുഷ്ഠരോഗി ഇവിടെ ചെയ്തത്.
അദ്ദേഹത്തിൻ്റെ വേദനയും കഠിനയാതനയും കുഷ്ഠരോഗത്തിലൂടെ ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും കഴിഞ്ഞു പോയപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാണ് പറയുന്നത്, നീ ആയിരിക്കുന്ന അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ അതിനെ സ്തുതിപ്പാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. തകർച്ചയുണ്ടോ എൻ്റെ ജീവിതത്തിൽ? തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിലുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിക്ക്, സ്തുതിപ്പാക്കി മാറ്റുക. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതൊരു സ്തുതിപ്പാക്കി മാറ്റുക. എൻ്റെ ജീവിതത്തിൽ തകർച്ചയെന്ന് പറയുന്നത് അതൊരു സ്തുതിപ്പാക്കി മാറ്റുക. അവഗണിക്കപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊരു ദൈവത്തിന് മുമ്പിൽ സ്തുതിപ്പാക്കി മാറ്റുക. സ്നേഹമുള്ളവരെ, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയാണോ എൻ്റെ ജീവിതത്തിൽ? എങ്കിൽ അതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റുക. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അന്തരീക്ഷം മാറാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. സ്തുതിക്കാൻ തുടങ്ങുമ്പോഴത്തേന് മൊത്തം അന്തരീക്ഷവും മാറുവാനായിട്ട് തുടങ്ങും. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് ബലഹീനതകളാണെങ്കിലും എല്ലാം സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. കൈകൾ ഉയർത്തിക്ക്, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവിനെ ഒച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രോഗാവസ്ഥയിലാണോ ഞാൻ? എൻ്റെ രോഗത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അന്തരീക്ഷം മുഴുവൻ മാറുമെന്നാണ് പറയുന്നത്. അതാണ് പൗലോസും ശീലാസും സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 16:26 കാണുന്നുണ്ട്. അന്തരീക്ഷം മാറി, അവർ താമസിക്കുന്ന ഭൂമി കുലുങ്ങി, അതോടൊപ്പം തന്നെ മണ്ണ് ഇളകി മറിഞ്ഞു എന്നാണ് പറയുക. സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴോടെ എന്ത് സംഭവിച്ചു? അന്തരീക്ഷം ആകെ മാറി, അവർ താമസിക്കുന്ന ഭൂമി കുലുങ്ങുവാനായിട്ട് തുടങ്ങി, മണ്ണ് മുഴുവൻ വിറച്ചാടുവാനായിട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, ആദിമ ക്രൈസ്തവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അന്തരീക്ഷം കുലുങ്ങി തുടങ്ങിയെന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, അപ്രകാരം നമ്മൾ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന മുറിവുകൾ, വേദനകൾ, സഹനങ്ങൾ എല്ലാം അവിടുന്ന് കുലുങ്ങാൻ തുടങ്ങും. കുലുങ്ങി കഴിയുമ്പോഴെല്ലാം കർത്താവ് അവിടുന്ന് തുടച്ചു മാറ്റും. രക്ഷയുടെ പാദത്തിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവസ്ഥയായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, വിജാതീയരായ കുഷ്ഠരോഗികളുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനെ സ്തുതിച്ചു. ബാക്കി 9 പേര് സൗഖ്യം ലഭിച്ചതിന് ശേഷം സ്വന്തം വീട്ടിൽ പോയി എൻജോയ്മെൻറ്റ് ചെയ്ത വ്യക്തികളാ 9 പേര്. എന്ന വിജാതീയനായ ഒരൊറ്റ വ്യക്തി കർത്താവിൻ്റെ പക്കൽ വന്ന് കിടന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നീ എനിക്ക് നൽകിയ ഈ സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ് നമ്മൾ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൻ യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രണ്ടാമത്തെ വഴി നമ്മളെ പഠിപ്പിക്കുന്നത്, അവൻ യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചു, മീൻസ് ആരാധിച്ചു. എന്താണ്? അവൻ ആരാധിച്ചു. രണ്ടാമത്തെ വഴി. ഒന്നാമത് അവൻ ദൈവത്തെ എന്ത് ചെയ്തു? സ്തുതിച്ചു. രണ്ടാമത് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്ത് ചെയ്തു? ആരാധിച്ചു. അപ്പോൾ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താന് നിൽക്കുവാനായിട്ട് പറ്റില്ല. സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ നമ്മൾ ആരാധിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സാത്താന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഇടവകയിലേക്ക് സാത്താന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സാത്താന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ ശക്തി, ഇവൻ്റെ തിന്മയെ നശിപ്പിക്കുവാനുള്ള ശക്തി ഇവനുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സാത്താൻ ഒരിക്കലും നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല.
നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനമുണ്ടോ? പേടിച്ച് വിറച്ച് ഓടേണ്ട കാര്യമില്ല. നീ ദൈവത്തെ ആരാധിക്കുക, നീ ദൈവത്തെ സ്തുതിക്കുക. ആ ദൈവത്തെ നീ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവിടെ നിന്റെ ദൈവം കടന്നു വരുന്നു. ദൈവത്തിന് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ആ പരിശുദ്ധാത്മാവ് സാത്താൻ്റെ തലയെ തകർത്ത് കളയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കണം. ഈ വിജാതീയനെ പോലെ ദൈവത്തെ ആരാധിക്കും. കുടുംബ പ്രാർത്ഥന ഉള്ള ഭവനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഒത്തിരിയേറെ കടന്നു വരികയാണ്. അവിടെ സാധാരണ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, ഈ സാത്താൻ്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താൻ അല്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തെ ആരാധിക്കുക, കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ പിശാചിന് നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവൻ ഓടി രക്ഷപ്പെടും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതീയനായ ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവന് എടുത്ത നിലപാട് സ്തുതിച്ച് ആരാധിച്ച് അവൻ പ്രണമിച്ച് നന്ദി പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? നന്ദി. അവൻ എന്ത് ചെയ്തു? നന്ദി പറഞ്ഞു. ഒന്നാമതായി അവൻ ദൈവത്തെ സ്തുതിച്ചു, പറഞ്ഞേ, സ്തുതിച്ചു. രണ്ടാമതായി അവൻ ദൈവത്തെ, മൂന്നാമതവൻ ദൈവത്തെ നന്ദി പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വിജാതീയൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതിന് നമുക്ക് സാധിക്കണം. നന്ദി പറഞ്ഞു. മൂന്നാമത്തെ കാര്യം നന്ദി പറഞ്ഞു. രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം ഈ കുഷ്ഠരോഗി നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നന്ദി പറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയണം. നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കും. കർത്താവ്, എൻ്റെ ഈ വേദനകൾ, സഹനങ്ങൾ എടുത്ത് മാറ്റണമേ. കർത്താവ്, എൻ്റെ ഓപ്പറേഷൻ നന്നാകണമേ. അല്ലെങ്കിൽ എനിക്ക് പഠിക്കുവാനുള്ള ബുദ്ധി തരണമേ, നല്ല മാർക്ക് തരണമേ, നല്ല ജോലി കിട്ടണമേ. എത്ര പേരുണ്ട് നമ്മളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവേ, നീ തന്ന ഈ ദാനത്തിന് നന്ദി പറയുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നവർ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ. സ്നേഹമുള്ളവരെ, നന്ദി പറഞ്ഞ് നമ്മൾ പഠിക്കണം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ടാകും. ദൈവത്തെ സ്തുതിക്കുന്നവൻ, ആരാധിക്കുന്നവൻ നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതെന്തുമായിക്കൊള്ളട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും രക്ഷപ്പെടാത്ത രക്ഷ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുവാൻ പറ്റും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നതെന്നറിഞ്ഞ് ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. എങ്ങോട്ട് പോയി? സ്വഭവനത്തിലേക്ക് പോയി. തുറന്ന് വായിച്ചേ. വീടിന്റെ മുകളിലത്തെ നിലയിൽ വായിക്കേ. ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നോക്കിക്കേ, ദാനിയേൽ എന്താ ചെയ്തവിടെ? മുട്ടുമേൽ നിന്നുകൊണ്ട് സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും സങ്കീർത്തനം 103:1 നമുക്ക് നോക്കാം. സങ്കീർത്തനം 103:1. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, അവിടുത്തെ വിശ്വനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്, അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ നമ്മുടെ രോഗപീഠകളെല്ലാം അവിടുന്ന് മാറുമെന്ന് ഈശോ സങ്കീർത്തനകൻ്റെ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുന്നുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത്
ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് രക്ഷ സ്വന്തമാക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എന്താണ് രക്ഷയെന്ന് പറയുന്നത്. ഈ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് രക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അതേത് തരത്തിലുള്ള സൗഖ്യമായിക്കൊള്ളട്ടെ, അത് രക്ഷയുടെ സൗഖ്യം, രക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊളുത്തി നമ്മൾ അവിടെ കിടക്കുവാൻ അല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് ഈ വിജാതീയനായ കുഷ്ഠരോഗിയെപ്പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമുക്ക് രക്ഷ ലഭിക്കും. ആ രക്ഷയിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. മറിച്ചൊരിക്കലും ആർക്കും നമ്മളെ നശിപ്പിക്കുവാൻ പറ്റാത്ത നിത്യ നിലനിൽക്കുന്ന രക്ഷ അനുഭവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുഷ്ഠരോഗി നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കിപ്പോൾ മുട്ടുമേന്തിക്കാം. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു. ഈ വിജാതീയനായ കുഷ്ഠരോഗിയിലൂടെ അവിടെ നമ്മളെ പഠിപ്പിച്ചത് 3 വഴികളാണ്. ഒന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വേദനകളിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കണം എനിക്ക്. രണ്ടാമതായി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി, അവിടത്തേക്ക് നന്ദി പറയുവാനായിട്ട് സാധിക്കണം. ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പ്രകാരം നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ രക്ഷ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷം പാടി സ്തുതിക്കാം. നമുക്ക് എഴുന്നേറ്റേക്കാം. നമ്മുടെ 2 കരങ്ങൾ ഒടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, പാടി സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നേ, യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, നന്ദി പറയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നേ, രക്ഷ ഞങ്ങളുടെ മേലുണ്ട്. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമ്മുടെ 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തിയടിക്കാം, ഉയർത്തിയടിച്ച് പ്രാർത്ഥിക്കാം. വലിയ ഉച്ചസ്വരത്തിൽ ദൈവത്തിന് സ്തോത്രം ആലപിക്കാം. സർവശക്തനായ ദൈവത്തെ പരിശുദ്ധനെ സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ചെറുപ്പുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധന വഴിയും കെട്ടുകൾ വഴിയും ബന്ധന വഴിയട്ടെ, ബന്ധന വഴിയും കെട്ടുകൾ വഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ വഴിയും പാതകൾ വഴിയും ആരാധനയെങ്കിൽ, ആരാധിക്കുന്നേ, 2 കരങ്ങളും മുകളിലോട്ട് വീശി നമുക്ക് പ്രാർത്ഥിക്കാം, ഉയർത്താം. കരങ്ങളെ വീശി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. വീശുകയെ, 2 കരങ്ങൾ വീശുകയെ. രോഗം മാറും, ക്ഷീണം മാറും, എല്ലാ രോഗങ്ങളോടും മാറട്ടെ. മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ
ചങ്ങല പൊട്ടി ചങ്ങല പൊട്ടി ബന്ധനമായി അടിച്ചു. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധികളെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ എല്ലാം മറന്ന ദൈവത്തെ ആരാധിക്കാം. കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കൈയടിച്ച് രാജാതിരാജനായ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആ ദൈവം തിരുവോസിയായി ഇറങ്ങി വന്നിരിക്കുന്നു. ആ മഹാസാന്നിധ്യത്തെ അതിരം തുറന്ന് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ശക്തിയോടെ വിളിക്കുന്ന ഈശോയെ, കരങ്ങൾ അടിച്ചേ, കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാം മറന്ന് വലിയ സ്നേഹം തന്നതിന്, വലിയ കൃപ തന്നതിന്, വലിയ അനുഗ്രഹങ്ങൾ വാരിച്ചോരുത്തുന്നതിന് നമുക്ക് ദൈവത്തിനെ ആരാധിച്ച് സ്തുതിക്കാം. കണ്ണിലെ കൃഷ്ണമണി പോലെ വരിച്ചു നിൽക്കുന്നതിന്, അനർത്ഥങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചതിന് ആരാധിക്കാം. അപകടങ്ങളൊന്നും വരുത്താതെ കാത്തിരക്ഷിച്ചതിനെ ഓർത്തെന്ന് പറഞ്ഞ് ആരാധിക്കാം. നമ്മളെ സംരക്ഷിച്ചതിന് ആരാധന പറയാം. നാഗജനം തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്തെന്ന് പറയാം. വരുമാന മാർഗങ്ങൾ തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആഗ്രഹിച്ചതെല്ലാം തന്നതിന് നന്ദി പറയാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സ്നേഹത്തോടെ നമ്മൾ നയിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മൾ വഴി അറിയാതെ വട്ടം ചുറ്റി പോകാതിരിക്കുവാൻ മേഘ തണലായി അഗ്നി തുണയായി മാറിയതിന് നമുക്ക് നന്ദി പറയാം. മൺകുടമുടയും തീകത്തിടും ആരാധനയുങ്ങൾ, രോഗം മാറും ക്ഷീണം മാറും ആരാധനയുങ്ങൾ, മൺകുടമുടയും തീകത്തിടും ആരാധനയുങ്ങൾ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധികളെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധികളെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന യേശുവേ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു നന്ദി പറയുന്നു. കർത്താവായ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നമുക്ക് സ്തുതിക്കാം. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ദൈവമേ ആരാധിക്കുന്നു ദൈവമേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണം. യേശുവേ കർത്താവായ ഈശോയെ, ഈ വിജാതീയ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞ് ആരാധിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് സ്തുതിച്ച് രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതുപോലെ കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ രക്ഷയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കിരിക്കാം.